ഇപ്പം ഞാൻ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് ഖിയാമത്ത് നാളിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഇടക്കിടക്ക് ഭാർഗവൻ സാർ എന്നെ കളിയാക്കും. കാരണം ഞാനും മുട്ട സൂപ്പിയാണ്. എനിക്ക് 15 ദിവസം കൂടുമ്പോൾ മുട്ടയടിച്ച് വന്നാട് കുത്തിരിക്കണം. ഞാൻ എൻ്റെ ബാപ്പയും കുടുംബമൊക്കെ ദീനിയാ കുടുംബമായതുകൊണ്ട് ആ ക്ലാസ്സിൽ ഇസ്ലാം മതം കൊണ്ട് അറിയപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഈ നിരീശ്വരവാദിയാണ് ഭാർഗവൻ സാർ. മൂപ്പര് ഇടക്കിടക്ക് എന്നെ നോക്കി ചിരിക്കും. എന്ത് മുട്ട സൂപ്പിയത ഇരിക്കുന്നത്. ഇവനൊക്കെ പറയാൻ ലോകാവസാനം ഒരിക്കലും ഉണ്ടാവില്ല. ലോകാവസാനം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ എത്ര ക്ലാസ്സിലാണ് ഞാൻ ഇരുന്നത് കൈ മണക്കൂല. 970, 72, 75 കാലത്തൊക്കെ 80 കാലം വരെയൊക്കെ നമ്മളെ പറയുന്ന ശാസ്ത്രം മുഴുവൻ എന്താ പറയുക, ഇന്ന് ലോകാവസാന ബങ്കറുകളുണ്ട്. ലോകാവസാനം ഉറപ്പാണ് ശാസ്ത്രത്തിന്. മനസ്സിലാണ് പറഞ്ഞത്. സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ പിന്നെ അവസാന പുസ്തകം ദി ബ്രീഫ് ആൻസേഴ്സ് ഫോർ ദ ബിഗ് ക്വസ്റ്റ്യൻസ് എന്നാണ്. വലിയ ചോദ്യങ്ങൾക്കുള്ള ചെറിയ മറുപടി. 2014 സ്റ്റീഫൻ ഹോക്കിൻസ് മരിക്കുന്നത്. എന്തായി പറയുന്നത്? ലോകം അവസാനിക്കും. ആ പുസ്തകം മൊത്തം ലോകം അവസാനിക്കുന്നു. ലോകത്തിന് ഒരിക്കലും 100 വർഷത്തിലപ്പുറം ഇനി ലോകം നിലനിൽക്കില്ല എന്നാണ് അവസാനം. അയാൾ ആസ്ട്രോ ഫിസിക്സിൽ അയാളെക്കാൾ വലിയ ഒരാൾ പിന്നെ ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ല? മനസ്സിലാണ്ട് പറഞ്ഞത്. ആരാ തൗറാത്ത് നശിപ്പിച്ചത്? ഗ്രീക്കർ. ആരാ സബൂർ നശിപ്പിച്ചത്? ഗ്രീക്കർ. ആരാ ഇഞ്ചി നശിപ്പിച്ചത്? ഗ്രീക്കർ. അല്ലാതെ ആരാ? വേദം നശിപ്പിക്കൽ അവരെ പ്രധാന ലക്ഷ്യമാണ്. അതായത് അരിസ്റ്റോട്ടിൽ പറഞ്ഞയച്ചതാണ് അലക്സാണ്ടറെ. എന്തിന്? ഒരൊറ്റ വേദവും ഏഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം സാത്താനിസത്തിന് ഇവിടെ പിശാചിൻ്റെ ആരാധന ഇവിടെ നിലനിൽക്കണമെങ്കിൽ എന്ത് പോകണം? വേദം പോകണം. എത്ര പണ്ഡിതന്മാർ, ഹൈന്ദവ പണ്ഡിതന്മാരാണ് ഇതിന് പറഞ്ഞത്. കണക്കും കഴിയില്ല. 0.89% മാത്രം. 0.89% മാത്രമാണ് ഇന്ന് ഹൈന്ദവ വേദ പണ്ഡിതന്മാരെ കൈവശമുള്ളൂ. അതായത് 99% ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു. എന്താ കാരണം? അലക്സാണ്ടർ ആക്രമണം. ഇത് വിശദമായി ഈ പുസ്തകം വായിച്ചാൽ മതി, ഞാനത് വിശദീകരിക്കുന്നില്ല. ഈ പുസ്തകം തിരുദൂതർ നിയോഗം എന്ന പുസ്തകവും സാത്താൻ്റെ നവലോകക്രമം എന്ന പുസ്തകവും നിർബന്ധമായി ഓരോരുത്തർ വായിച്ചിരിക്കണം. അത് മനക്കെട്ട് പണിയെടുത്ത് കഷ്ടപ്പെട്ട് അധ്വാനം ചെയ്ത പുസ്തകമാണ്. നിർബന്ധമായി അതിൽ നിങ്ങൾക്ക് ഒരുപാട് പൊരുളുകൾ കിട്ടും. മനസ്സിലായില്ല? അപ്പം ഞാനത് വിശദീകരിക്കുന്നില്ല. ഈ വ്യക്തിയാണ് അലക്സാണ്ടർ. അപ്പോൾ അലക്സാണ്ടർ, ഗ്രേറ്റ് അലക്സാണ്ടർ. നമ്മൾ പിന്നെ ഇപ്പം എന്താ ചെയ്തതെന്നാണെങ്കിൽ മഹാനായ അലക്സാണ്ടർ എന്നാണ് എല്ലാ കോമൺ ഹിസ്റ്ററിയും കാണുന്നത്. കാരണം ഈ ഹിസ്റ്ററി ആരെഴുതിയതാണ്? യൂറോപ്യൻസ്. അവർക്കത് ഗ്രേറ്റ് അലക്സാണ്ടർ ഗ്രേറ്റ് തന്നെയല്ലേ. അവരെ താല്പര്യം 5 നൂറ്റാണ്ട് അവർ വിളയാടി. ഇപ്പം ഈ പുസ്തകത്തിൽ ചില ഏരിയകൾ ചില ഹൈന്ദവ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മഹാഭാരത യുദ്ധത്തിൽ തന്നെ ഈ ഗ്രീക്കുകാർക്കെതിരെ പ്രത്യേകമായി പാണ്ഡവന്മാർ യുദ്ധം നയിച്ചിട്ടുണ്ട്. കാരണം ഏത് കാലത്ത് മനുഷ്യരാശിയുടെ നന്മ നശിപ്പിച്ചതാണ് ആര്? യൂറോപ്യന്മാർ, ഗ്രീക്കുകാർ. മഹാഭാരത യുദ്ധത്തിന്റെ വലിയൊരു ഭാഗം അവർക്കെതിരാണ്. ദുര്യോധനന്റെ കൂട്ടത്തിലുണ്ടായിരുന്നത് ആരായിരുന്നു? യൂറോപ്യൻസ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. പാണ്ഡവന്മാരെ കൂടെ ഉള്ളത് കൃഷ്ണനായിരുന്നു. അതേസമയത്ത് ദുര്യോധന്റെ സൈന്യത്തിൽ വലിയ ശതമാനം ആരാണ്? യവനന്മാരാണ്. യവനന്മാരെന്ന് പറഞ്ഞാൽ ഗ്രീക്കർ. അങ്ങനെയാണ്. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കള്ളുകുടിയൻ സിറ്റി ഏതാ? ഇന്ത്യയിലെ ഏറ്റവും പൗരാണിക കള്ളുകുടിയൻ സിറ്റി നാസിക്കാണ്. നാസിക്. കാരണം നാസിക്കിൽ വന്ന് താമസിച്ചിട്ടുണ്ട് അക്കാലത്ത് ആര്? ഗ്രീക്കര്. ആദ്യമായി മദ്യമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മദ്യമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേക മുന്തിരിയും ഇതിന് മദ്യമുണ്ടാക്കലും ഇന്ത്യക്കാരെ പഠിപ്പിച്ചത് ആരാണ്? ഗ്രീക്കര്. പൗരാണിക, അതായത് BC, AD അല്ല, BC. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി? ഇങ്ങനെ ആ ജാതി ഉദാഹരണം പറയാം. ലോകത്തെ ഏറ്റവും നല്ല മുന്തിരി ഇന്ന് ഇസ്രായേലിലാണ്. എന്തുകൊണ്ട്? ലോകത്തെ അതിനാണ് വോഡ്ക ഉണ്ടാക്കുക. ലോകത്തെ ഏറ്റവും വലിയ കള്ളാണ് എന്ത്? എന്താ ഉറങ്ങണത്? ലോകത്തെ ഏറ്റവും വില കൂടിയ മദ്യമാണ് എന്ത്? വോഡ്ക ഉണ്ടാക്കണത് ഈ മുന്തിരിന്നാണ്. അപ്പോൾ ആ മുന്തിരിക്ക് ഒരു പ്രത്യേക പരുവവും കാര്യമൊക്കെ ഉണ്ട്. അത് അവരെ പഠിപ്പിക്കുക. ഒരു കാലത്ത് ഇത് അറേബ്യയിലില്ല. ഇപ്പം അറബികളുടെ നടുവിലാണ് ഈ വോഡ്ക ഉണ്ടാക്കണം, മുന്തിരി ഉണ്ടാക്കണം. കാരണം അവർക്ക് കള്ളുടിക്കാതെ ജീവിക്കാൻ കഴിയില്ല. ഇതിന്റെ വ്യഭിചരിക്കാതെ ജീവിക്കാൻ കഴിയില്ല. വ്യഭിചാരമില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. കള്ളുടിക്കാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. സത്യത്തിൽ അലക്സാണ്ടർ അച്ഛൻ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഫിലിപ്പാണ്. എന്നാൽ ഫിലിപ്പിന്റെ മകനല്ല ഞാൻ.
ഫിലിപ്പിനെ വാളും കൊണ്ട് വെട്ടം പോയ ചരിത്രമുണ്ട് അലക്സാണ്ടർ. കാരണം സ്വന്തം അച്ഛനല്ലല്ലോ, അച്ഛൻ്റെ പേരിലാണെന്നല്ലേ ഉള്ളൂ, അച്ഛൻ സ്യൂസാണ്. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തി, അപ്പോൾ ഒരു കാരണവശാലും ദുൽഖർനൈൻ എന്ന വ്യക്തി ആരല്ല, അലക്സാണ്ടർ അല്ല. അത് കൃത്യം ഉറപ്പ്, സംശയിക്കണ്ട. ഒന്ന്. ഇനി രണ്ടാമത്തെ ചില ആളുകൾ പറയുന്നുണ്ട് അത് സൈറസ് ആണ്. സൈറസുമല്ല. അടുത്ത കാലത്ത് ഞാൻ സൈറസ് ആണ് വിചാരിച്ചു, പക്ഷെ സൈറസ് അല്ല. സൈറസ് അഗ്നി ആരാധകനാണ്. അപ്പൊ അയാളും അല്ല. എന്നപ്പോ രണ്ട് കൊമ്പുള്ള ആളാണോ? അതുമല്ല. കൊമ്പ് എപ്പോഴും പിശാചിൻ്റെതായിട്ടാണ് ഖുർആൻ ഹദീസൊക്കെ പറയുന്നത്. കൊമ്പ് പിശാചിൻ്റെതാണ്. അപ്പൊ കൊമ്പ് കൊണ്ട് കൃത്യമാക്കിയതും ചരിത്രകാരന്മാർക്കിടയിൽ വന്ന ഒരു തെറ്റായിരിക്കും. കിട്ടാവുന്നവര് അവർ പറഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് അറിയൂല. ഇന്നറിയും. ഇന്ന് നമ്മൾ അവരെക്കാൾ വലിയവരായതുകൊണ്ടല്ല, നമുക്ക് സാഹചര്യങ്ങൾ തുറന്നു കിട്ടി. ചില ആളുകൾ പറഞ്ഞു 2 നൂറ്റാണ്ടിലും ജീവിച്ച ആളായതുകൊണ്ടാണ് ദുൽഖർനൈൻ എന്ന് പറഞ്ഞത്. അതും ശരിയല്ല. എന്തുകൊണ്ട്? പല അമ്പിയാക്കളും 2 നൂറ്റാണ്ട് ജീവിച്ച ആളാണ്. ഉദാഹരണം സയ്യിദ്ന ഇബ്രാഹിം BC 20-ാം നൂറ്റാണ്ടിലുണ്ട്, BC 19-ാം നൂറ്റാണ്ടിലുണ്ട്. അതിൻ്റെ പേരിൽ ദുൽഖർനൈനാണ്. ഇബ്രാഹിം നബിക്ക് ദുൽഖർനൈൻ എന്ന് പറയാറുണ്ട്. ഹബീബായ റസൂലുള്ളാഹ് AD 6-ാം നൂറ്റാണ്ടിൽ ജനിച്ച് 7-ാം നൂറ്റാണ്ടിൽ വഫാത്തായി. അപ്പൊ 2 കർണിൽ ആരും ജീവിച്ചിട്ടുണ്ട്? 2 കർണിൽ ആരും ജീവിച്ചിട്ടുണ്ട്? മുസ്തഫ നബി. അതുകൊണ്ട് ദുൽഖർനൈനാവും. അപ്പൊ അങ്ങനെയൊന്നും ദുൽഖർനൈൻ ഇതുകൊണ്ടൊന്നും ഈ വ്യക്തി ദുൽഖർനൈനാണെന്ന് പറയാനുള്ള സാധ്യത ഇല്ല. അങ്ങനെ പറയാൻ പറ്റൂല. ദുൽഖർനൈൻ ആണെന്ന് പറയാൻ പറ്റൂല. പിന്നെ അത് പഠിക്കേണ്ടത് ഓരോ കാലഘട്ടത്തിലും പണ്ഡിതന്മാരെ ബാധ്യതയാണ്. അവരത് പഠിക്കണം. ഇന്നതിന് സാഹചര്യം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ കർൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച കർണാവൂല. ഇവിടെ കർണ കൊണ്ട് ഉദ്ദേശം ഡയമെൻഷനായിരിക്കും. അപ്പോൾ ദുൽഖർനൈൻ എന്നാൽ 2 ഡയമെൻഷനിലും സ്വാഹിബ് അങ്ങനെയായിരിക്കാം. തിരിഞ്ഞില്ല. അതായത് ഭൂമി തന്നെ പല, ഈ 2 എന്നാൽ 3, 3 എന്നാൽ 4, 1 വിട്ടാൽ ഒക്കെ 2. നിങ്ങളിൻ്റെ കൂടെ അല്ല. 3 ഇല്ല, 2. 4 ഇല്ല, അതിന് 2 തന്നെയാണ്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? 1 കഴിഞ്ഞാൽ പിന്നുള്ളത് എന്തെന്നെ? 2ആണ്. അപ്പം 3 എന്തെന്നെയാണ്? 2 1-ലേറെയാണ്. 1-ലേറിയാൽ പിന്നെ എത്രയാകാം? എന്നൊക്കെ മനസ്സിലായില്ലല്ലോ പഠിച്ചോനെ. അതായത് 1 കഴിഞ്ഞാൽ പിന്നെ 2, 2 കഴിഞ്ഞാൽ 2 തന്നെയാണ്. അപ്പം 3 എന്തെന്നെയാണ്? 1-ലേറെ. അപ്പം 3 2ആണ്, 4 2ആണ്, 5 2ആണ്, 10 2ആണ്, 100 2ആണ്. ഒന്ന് പറയും മനുഷ്യന്മാരെ. അപ്പോൾ 1-ലേറെ ഡയമെൻഷനിൽ സ്വാധീനം ഉണ്ടാവും ഈ വ്യക്തിക്ക്. അപ്പോൾ 1-ലേറെ ഡയമെൻഷനിൽ ഈ മനുഷ്യൻ മലിക്കായിരിക്കും. സ്വാഹിബ്, സ്വാഹിബ്, മലിക്ക്. ഇന്ന മക്കന്നലഹുലഫില്ലാർദി. ഇപ്പൊ ഉദാഹരണം പറയാം. ഇവിടെ തന്നെ ഉണ്ടല്ലോ വേറെ ഡയമെൻഷൻസ്. അതായത് ഇവിടെ ജിന്നുകൾ പാർക്കുന്നുണ്ടോ അല്ലേ? ഇവിടെ ജിന്നുകൾ പാർക്കുന്നുണ്ടോ അല്ലേ? ഇവിടെ പാർക്കുണ്ടോ? ഈ റൂമ് പാർക്കുണ്ടോന്നല്ല, നീ റൂമിൽ പാർക്കണില്ല എന്നല്ല. ഞാൻ എൻ്റെ മുറിക്ക് അസ്സലാമു അലൈക്കും യാ ഇബാദല്ലാഹ് എന്ന് പറയാതെ ഇന്ന് രാവിലെയും കയറിയൊന്നുമില്ല. ഇന്ന് രാവിലെ മൂസക്കുട്ടി വന്ന് റൂമ് തുറന്നു. ഞാൻ കയറുമ്പോൾ അസ്സലാമു അലൈക്കും യാ ഇബാദല്ലാഹ്. ഇവിടെ ആര് പാർക്കുന്നുണ്ട് നമുക്കറിയില്ല. അത് വേറെ ഡയമെൻഷനാണ്. നമ്മളവരെ കാണൂല, നമ്മളവരെ കേൾക്കില്ല. ഓല ഓത്തം, ഓല കുട്ടികളെ പഠിപ്പും ദാറുൽ ഖുർആൻ്റെ ഓഫീസിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനും ഇന്നോല് കാണും. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൂനഹു. സാധാരണഗതിയിൽ ഞാനവരെ കാണൂല. ഒരിനെ കാണും, ഒരിനെ കേൾക്കും. അവരെയും കേൾക്കും, ഇനിയും കേൾക്കും. ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഒരു രഹസ്യം പറയുമ്പോൾ ഞാൻ ചില രഹസ്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുമ്പോൾ ഒരു 10 അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയാറുണ്ട്. ഈ അടുത്ത ദിവസം ഞാൻ ഏതോ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ. പറഞ്ഞോ ഇല്ലേ? പറഞ്ഞല്ലേ? പറഞ്ഞു. ചില രഹസ്യങ്ങൾ മറ്റേ പെണ്ണുങ്ങളോട് പറഞ്ഞ രഹസ്യമല്ല, നമ്മൾ ചില ദീനിയ രഹസ്യങ്ങൾ കൈമാറുമ്പോൾ ഞാൻ 10 അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറഞ്ഞിട്ടാണ് മെല്ലെ പറയും. ചെവിക്ക് ചെവി വെച്ച് പറയും. അത് ഇപ്പോഴത്തെ മർത്തബയാണ്. ഇനി മർത്തബേൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹു നമ്മൾ എത്തിച്ചാൽ പറയേണ്ടിയും വരില്ല. അതും ഞങ്ങളോട് പറഞ്ഞു. ഇമാം സൂറവർദി തങ്ങളും ഷെയ്ഖുൽ അക്ബർ മുഹ്യിദ്ദീൻ ഇബ്നു അറബി തങ്ങൾ മിണ്ടാതിരുന്നിട്ട് പരസ്പരം വർത്താനം പറഞ്ഞ് പോയ സംഭവം പറഞ്ഞില്ലേ? ശിഷ്യന്മാർ നോക്കി കുത്തിരുന്നു.
നിങ്ങളോട് തന്നെയല്ലേ പറഞ്ഞേ? അത് കഴിഞ്ഞിട്ട് പോയതിന് ശേഷം ഇമാം സൂറവർദി തങ്ങളും ദർസിലേക്ക് വന്നിരിക്കുകയാണ്. ആര്? ഷെയ്ഖുൽ അക്ബർ മുഹൈദ്ദീൻ ഇബ്നു അറബി തങ്ങൾ റളിയല്ലാഹു അൻഹുമ, അള്ളാഹു രണ്ടാളും ജയിച്ച് കൊടുക്കട്ടെ. അപ്പോൾ അതിൽ ഇവർ രണ്ടാളും എന്ത് ചെയ്തു? അങ്ങനെ മുഖത്തോട് മുഖത്ത് നോക്കി അങ്ങനെ ഇരുന്നു. കുറെ ഒന്നും മിണ്ടിയില്ല. കുറെ കഴിഞ്ഞിട്ട് ഇബ്നു അറബി തങ്ങൾ എണീറ്റ് പോയി. അന്തലൂസ് എന്ന് വരികയാണ് ഇബ്നു അറബി തങ്ങൾ, സ്പെയിന്. യൂറോപ്പിൽ സ്പെയിന് തകർന്ന കാലത്ത് വരുന്ന ആളാണ് അവരവിടുന്ന് വന്ന് ഈ ഇവിടെ വന്ന് സിറിയയിൽ വന്ന് ഇറാഖിൽ വന്നപ്പോൾ ദർസുണ്ട് ആരുടെ? ബഹുമാനപ്പെട്ട ഇമാം സൂറവർദി തങ്ങളെ. ആ ദർസിൽ വന്നിരുന്ന് ഇങ്ങനെ ഇരുന്നു. പിന്നെ കുറെ കഴിഞ്ഞ് എണീറ്റും പോയി. അപ്പം ഇവർ എണീറ്റ് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ശിഷ്യന്മാർ ദർസിനടിക്കുന്ന ബുലുമുണ്ടാവത്തിരിക്കാനാണ്. അപ്പോൾ ചോദിച്ചു, ആരാണാ വന്നത്? അപ്പോൾ പറഞ്ഞു, ബഹ്റുൻ ലാ സാഹില ലഹു, അത് തീരമില്ലാത്ത സമുദ്രമാണ്. ആ ജാതി വർത്താനങ്ങളെ ഞങ്ങളും അങ്ങോട്ടും കൊണ്ട് പറഞ്ഞ് ഇവിടെ എന്തില്ല, വർത്താനം ഇല്ലാത്തതുകൊണ്ട് ആർക്കൊക്കെ ഇറങ്ങിയില്ല, ശൈത്താൻ ഇറങ്ങിയില്ല. മനസ്സിലാണ്? ശൈത്താൻ കയറും, വർത്താനം പറഞ്ഞില്ല കയറും. അപ്പോൾ വേറൊരു ഡയമെൻഷൻ ഇവിടെ തന്നെ. ഇപ്പം ഈ റൂമിൽ വേറൊരു ക്ലാസ് നടന്നൂടെ? അങ്ങനെയാണെങ്കിൽ നമ്മളെ ശല്യത്തിന് അവർക്ക് ബാരിയർ ഉണ്ടാവും. അവരെ ശല്യം നമുക്ക് കേൾക്കണില്ല. അവർ ബാരിയർ വെച്ചിട്ടുണ്ടാവും. ഇവിടെ കാസിമിൻ്റെ വേദനുണ്ട്, നമ്മൾ കേൾക്കണ്ട, നമ്മളത് മൂപ്പര് കേൾക്കണ്ട, ഏതായാലും കേൾക്കില്ല. അതിന് മാത്രം എന്തൊന്നും മൂപ്പരിക്കില്ല. നമ്മളെ ശല്യം മൂപ്പര വേദ കേൾക്കണ്ട. ഇന്നത്തെ എന്തൊക്കെ മൂപ്പരിന്ന് പറയണമെന്ന് കേസെന്ന് കേൾക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കേട്ടിട്ടുണ്ടാവും. ഇനി വേണ്ട, അത്ര തന്നെ മതി. ഒരുപോലെ വേദ ഇവിടെ തന്നെ ഈ റൂമിൽ അവർക്ക് ജിന്നുണ്ടെങ്കിൽ ഒരു സ്വാലിയല്ലേ? അല്ലേ? അവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? സാരിയങ്ങളല്ലേ? സാരിയങ്ങളുണ്ടെങ്കിൽ ഓൽക്ക് സാരിയങ്ങളായ മക്കളുണ്ടാകണമെങ്കിൽ ഓല് എന്ത് ചെയ്യണം? സാലിഹ്യങ്ങളെ ബാധ്യത എന്താ? സാലിഹ്യങ്ങളെ ബാധ്യത എന്താണ്? ഇന്നൽ അബ്റാറ ലഫീ നഈം എന്ന ആയത്തിന്റെ വ്യാഖ്യാനം ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞു. ബർറ് എന്ന് പറഞ്ഞാൽ എന്താ? അഖ്ദ മിന സാലിഫി വഅതാലിൽ ഖാലിഫി. മുൻഗാമിയിൽ നിന്ന് ഹക്കായ വിവരം സ്വീകരിച്ചിട്ട് പിൻഗാമിക്ക് അതേമാതിരി കൊടുക്കണവനാണ് ബർറ്. ഇന്നൽ അബ്റാറ ലഫീ നഈം. അപ്പോൾ രണ്ട് ഉത്തരവാദിത്തം. എന്ത് പറയ? കുട്ടികളെ വേഗം സ്പീഡ് പറയും. ആരാ അബ്റാർ പറഞ്ഞാൽ? ആരാ പറയാം? അബ്റാറിന്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞിട്ട് പണ്ട്. അബ്റാർ പറഞ്ഞാൽ ആരാ? മുൻഗാമികളിൽ സത്യമായ വിജ്ഞാനങ്ങൾ സ്വീകരിച്ചിട്ട് പിൻഗാമികൾക്ക് സത്യമാസന്ധമായി അത് കൈമാറ്റം ചെയ്യാം. ഇവരാണ് അബ്റാർ. അപ്പോ സ്വാലിഹ്യങ്ങൾ അബ്റാറാണ്ട്. ഈ അബ്റാറിന് ഓരോ ഉത്തരവാദിത്തം നടക്കണമെങ്കിൽ ഓരോ ഇവിടെ എന്ത് നടത്തണം? മദ്രസ. പൊലിക്കോട് മദ്രസ ഉണ്ട്. നിങ്ങൾ ഏരിയയിൽ നടന്നിട്ട് ജിന്നകളെ മദ്രസ കണ്ടിട്ടുണ്ടോ? അതേസമയത്ത് അവർ സ്വാലിഹ്യങ്ങൾ ഉണ്ട് എന്ന കാര്യം ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്ത് ബാധ്യത ഉണ്ട്? മദ്രസ നടത്താൻ ബാധ്യത ഉണ്ടോ? അല്ലേ? അവർക്ക് ബാധ്യത ഉണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും ജിന്നകളെ മദ്രസ കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് എവിടെ തന്നെയാണ്? ഇവിടെ തന്നെയാണ്. അത് വേറെ ഡയമെൻഷനിലാണ്. ആ ഡയമെൻഷനിലേക്കുള്ള വാതിൽ നമുക്ക് കിട്ടിയില്ല. ജിന്നിന്ന് നമുക്കറിയേണ്ട പരമാവധി അല്ല. അതിൻ്റെ അപ്പുറത്തൊരു മഞ്ഞുണ്ടായിക്കൂടെ? അതിൻ്റെ അപ്പുറത്തൊരു പിന്നുണ്ടായിക്കൂടെ? രണ്ട് തുറന്നാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്നിൻ്റെ അപ്പുറത്തേക്ക് വിട്ടു. ഇനി വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാണ് നിങ്ങൾക്ക് പറഞ്ഞത്? ഇവിടെ ആരെങ്കിലും വർത്താനം പറയുന്നത് എഴുതി വെച്ചോ നല്ലൊരു ഭാഷ പോയി. അപ്പോൾ ഒരാൾ വർത്താനം പറയുമ്പോൾ അവൻ്റെ പേര് കുഞ്ഞറമുട്ടി, മറ്റൊരു പേര് എഴുതി. അങ്ങനെ മൂന്നാലാളെ പേരുണ്ട് എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ വർത്താനം പിന്നെയും തുടങ്ങന്നെ. അപ്പം മറ്റും ബുക്ക് അവിടെ ഇട്ടു. ഇനി എന്തില്ല, ഇനി ഇവിടെ എഴുത്തില്ല. എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയിട്ട് കാര്യമല്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പല വിഭാഗം ഉണ്ടാവും. ഇതൊക്കെ പല ഡയമെൻഷൻസ് ഇവിടെ ഉണ്ടാവാം. അതിലൊക്കെ വർഗങ്ങളുണ്ടാവും. ഇതിൻ്റെ എല്ലാം സാഹിബാക ഒരാൾ. അതിലേറ്റവും വലിയ ആൾ മുസ്തഫ നബിയാണ്. ഒമാ അർസൽനാക ഇല്ല റഹ്മത്തൽ. ഒരർത്ഥം എല്ലാ ഡയമെൻഷനുള്ള ആളുകൾക്ക് റഹ്മത്താണ് ഈ ആള്. ഇപ്പം എന്തായി? അപ്പം നബിദിനമൊക്കെ ഇവിടെ നടക്കുന്നുണ്ടാവും. നമ്മളെ നബിദിനത്തിന് അപ്പുറത്ത് വേറെ നബിദിനം ഉണ്ടാവും. കാരണം അവരും ഈ ആയത്തോടുണ്ടാവും. എന്ത് സത്യാണോ? അല്ലേ? ഒമാ അർസൽനാക ഇല്ല റഹ്മത്തൽ ലിൽ ആലമീൻ്റെ ഒരർത്ഥം ഇജ്ജ് വിചാരിച്ച് ഇജ്ജ് മാത്രമേ ഇവിടെ ഉള്ളൂ. എന്ത് അവർക്കുള്ള വാതിൽ എനിക്ക് കിട്ടാത്തോണ്ടല്ലേ?
ഇപ്പൊ പഴയ കാലത്തെ ചില പള്ളികൾക്ക് മേലൊക്കെ തട്ടുണ്ടാവും. ഉദാഹരണം പൊന്നാനി പള്ളിയെ പറ്റി പഴയ കാലത്ത് താരിഖിനോട് ചോദിക്കരുത്. നമ്മളെ ഉസ്താദന്മാർ വല്യാപ്പാരൊക്കെ പറഞ്ഞേക്കണ് അത് മേലത്തെ തട്ട്, ഏറ്റവും മേലത്തെ തട്ടിൽ മഖ്ദൂം തങ്ങൾക്ക് ദർസർത്താനായിരുന്നു ജിന്നുകൾക്ക്. നിങ്ങൾ കേട്ടിട്ടില്ല ഈ വാക്ക്? അപ്പൊ അത് ആ ഡയമെൻഷനിലേക്ക് വാതിൽ കിട്ടിയൊരു വ്യക്തിയാണ്. അവർ ജിന്നിന്റെയും ഇൻസിന്റെയും ഉസ്താദായിരിക്കും. ഇനി അതിൻ്റെ അപ്പുറം വേറെ ഒരു ജിന്നല്ലാത്തൊരു വേറെ പിന്നുണ്ടാവും. ഇനി വേറെ അതൊക്കെ ജിന്നുമാണ്. അതായത് ജിന്നിന്റെ അർത്ഥം ജിന്നി എന്നത് ഒരു വർഗ്ഗമായിക്കൊള്ളൊന്നുമില്ല, പല സൈസ് ജിന്നിലുണ്ടാവും. എന്തുകൊണ്ട്? മറഞ്ഞു നിൽക്കുന്നതൊക്കെ ജിന്നാണ്. തിരിഞ്ഞിട്ടില്ല. കണ്ടും കേട്ടും നമുക്ക് നിർവൃതി അടയാവുന്നവർ ഇൻസ് ഉൻസ് ജിന്ന്. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു, രാത്രിയിലെ ഇരുട്ട് മറച്ചപ്പോൾ റബ്ബി, മനസ്സിലായില്ല? ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു. ഇപ്പൊ ജിന്ന് പറഞ്ഞാൽ ആരാ? മറിഞ്ഞിക്കണ ഒരു വർഗം. ഈ വർഗം ഒരു വർഗ്ഗമായിക്കൊള്ളൊന്നുമില്ല. ഈ വർഗത്തിൽ തന്നെ പല വർഗം ഉണ്ടാവും. ഒക്കെ ജിന്ന് തന്നെ ആയിരിക്കും. ഇത് മനസ്സിലായില്ല? അപ്പൊ ഏതിനും അന്നലക്ക് ജിന്ന് എന്ന് പറയാം. അതിന്റെ എല്ലാം അല്ലാഹു തആല സ്വർണ്ണം കൊടുത്തു. ഇന്നാ മക്കന ലഹു ഫിൽ അർളി, ഈ ഭൂമിയിൽ അല്ലാഹു സൗകര്യം ചെയ്തു കൊടുത്തു. നമ്മളതിനർത്ഥം നിങ്ങളെ പറയണ്ട, ഞാൻ അർത്ഥം വെച്ചിരുന്നത് ഏത് കാലത്തും ഏത് നാട്ടിലും കുതിരപ്പുറത്തൊക്കെ പോകാൻ കഴിയുന്ന ആളെന്ന്. അതിനിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇന്നാ മക്കന, എനിക്ക് അന്നത് തൃപ്തിയില്ല. ഇന്നാ മക്കന്ന ലഹു ഫിൽ അർളി എന്ന ആയത്തിന് ഞാൻ പണ്ട് അർത്ഥം വെച്ച കാലത്ത് തന്നെ എനിക്കിത് ഇഷ്ടമല്ല അർത്ഥം. എനിക്കൊരു കാര്യം അറിയാം, അതിൻ്റെ അർത്ഥം എനിക്ക് അറിയില്ല. അല്ലാഹുവാണേ, എനിക്ക് ആ അർത്ഥം വെക്കൽ ഇഷ്ടമില്ല. ഞാൻ വെക്കുന്ന അർത്ഥമല്ല അതെന്ന്. അതല്ല ഇതിൻ്റെ ശരിയായ അർത്ഥം. നന്നേ എനിക്ക് ചിന്ത ഉണ്ടായിരുന്നു. അതായത് നമ്മളതിന് വെച്ചിരുന്ന അർത്ഥം, നമ്മളൊക്കെ സാധാരണ പറയുന്ന അർത്ഥം, ഏത് നാട്ടിൽ കൂടി എപ്പോഴും പോകാനും വരാനും കുതിരപ്പുറത്ത് പോകാനും ഏത് നാടിയെത്താനും മൂപ്പര് പിടിച്ചടക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഇന്ന മക്കന്ന ലഹു ഫിൽ അർളി. അപ്പൊ ഇവിടെ തന്നെ വിവിധ ഡയമെൻഷൻസ് ഇന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ഇന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചു വ്യത്യസ്ത ഡയമെൻഷൻസ്. ഇന്ന് ഇതൊക്കെ പഠിക്കാൻ ഒന്നുകൂടി സുഖമാണ്. എന്തുകൊണ്ട്? ഇന്ന് കോമൺ ശാസ്ത്രം ഒരിക്കലും ഇതൊന്നും ശരിക്കില്ല. ഇപ്പൊ ഞാൻ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് ഖിയാമത്ത് നാളിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഇടക്കിടക്ക് ഭാർഗവൻ സാർ എന്നെ കളിയാക്കും. ഞാനും മുട്ട സൂപ്പിയാണ്. എനിക്ക് 15 ദിവസം കൂടുമ്പോൾ മുട്ടയടിച്ച് വന്നാണ് കുത്തിരിക്കണം. ഞാൻ എൻ്റെ ബാപ്പയും കുടുംബമൊക്കെ ദീനിയ കുടുംബമായതുകൊണ്ട് ആ ക്ലാസ്സിൽ ഇസ്ലാം മതം കൊണ്ട് അറിയപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഈ നിരീശ്വരവാദിയാണ് ഭാർഗവൻ സാർ. മൂപ്പര് ഇടക്കിടക്ക് എന്നെ നോക്കി ചിരിക്കും. എന്ത് മുട്ട സൂപ്പി അത് ഇരിക്കുന്നത്? ഇവരൊക്കെ പറയാൻ ലോകാവസാനം ഉണ്ടാവും. ലോകാവസാനം ഒരിക്കലും ഉണ്ടാവില്ല. ലോകാവസാനം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എത്ര ക്ലാസ്സിലാണ് ഞാൻ ഇരുന്നത് കഴിയും കണക്കില്ല. 970, 72, 75 കാലത്തൊക്കെ 80 കാലം വരെയൊക്കെ നമ്മളെ പറയുന്ന ശാസ്ത്രം മുഴുവൻ എന്താ പറയുക? ലോകാവസാനം. ഇന്ന് ലോകാവസാന ബങ്കറുകളുണ്ട്. ലോകാവസാനം ഉറപ്പാണ് ശാസ്ത്രത്തിന്. മനസ്സിലാണ്ട് പറഞ്ഞത്. സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ പിന്നെ അവസാന പുസ്തകം ദി ബ്രീഫ് ആൻസേഴ്സ് ഫോർ ദ ബിഗ് ക്വസ്റ്റ്യൻസ് എന്നാണ്. വലിയ ചോദ്യങ്ങൾക്കുള്ള ചെറിയ മറുപടി. 2014 സ്റ്റീഫൻ ഹോക്കിൻസ് മരിക്കുന്നത്. എന്തായാലും പറയുന്നത് ലോകം അവസാനിക്കും. ആ പുസ്തകം മൊത്തം ലോകം അവസാനിക്കുന്നു. ലോകത്തിന് ഒരിക്കലും 100 വർഷത്തിലപ്പുറം ഇനി ലോകം നിലനിൽക്കില്ല എന്നാണ് അവസാനം. അയാൾ ഫിസിക്സിൽ അയാളെക്കാൾ വലിയൊരാൾ പിന്നെ ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ല? മനസ്സിലാണ്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അവസാനം ചെറിയ പുസ്തകം. അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മകളാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അച്ഛൻ മരിച്ചിട്ട് അച്ഛൻ്റെ ഈ പുസ്തകം മകൾ പ്രസിദ്ധീകരിച്ചു. അതായത് ദി ലാസ്റ്റ്, അദ്ദേഹത്തിൻ്റെ അവസാന കാലത്താണ് ഈ പുസ്തകം എഴുതുന്നത്. ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ദി ബ്രീഫ് ആൻസേഴ്സ് ഫോർ ദ ബിഗ് ക്വസ്റ്റ്യൻസ്, വലിയ ചോദ്യങ്ങൾക്കുള്ള ചെറിയ മറുപടികൾ. ഇതിൽ മുഴുവൻ നിറച്ചു കിടക്കുക. അപ്പം ഒരു കാലത്ത് ഇന്നിപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ പണ്ട് ജിന്നുണ്ട് പറഞ്ഞാൽ നമ്മളെ സ്കൂളിൽ നിന്ന് കളിയാക്കും. ഇന്നോ ഇപ്പം ജിന്ന് എന്ന് പറഞ്ഞതിൽ മാത്രം പരീക്ഷ നടത്തുക. അപ്പം ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്തുകൊണ്ട്? ഈ വിഷയത്തിൽ വലിയ വലിയ പഠനം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഠനം അതേ ഉള്ളൂ. അപ്പം നമ്മൾ ജിന്നുകളെ പറ്റി പഠിക്കണമെന്നില്ല. സത്യത്തിൽ ജിന്നുകളെ പറ്റി പഠിക്കുന്നത് അമേരിക്കൻസാണ്. എത്ര പുസ്തകമാണ്, എത്ര സിനിമകൾ, എത്ര പുസ്തകങ്ങൾ, എത്ര സിനിമകൾ. 2000 പറഞ്ഞിട്ട് ഇന്ന് വരെ ലോകത്തിറങ്ങിയ 90% സിനിമകളും ജിന്നുകളെ പറ്റിയാണ്.
നിങ്ങൾ സ്ഥലത്തുണ്ടോ ഇല്ലേ? നിങ്ങൾക്ക് അവർ പറയുന്നത് വേറെ ഡയമെൻഷൻസിലുള്ള ആളുകളെ പറ്റി ആരംഗീകരിച്ചു? കോമൺ സയൻസും കോമൺ ഹിസ്റ്ററിയും ഇപ്പോൾ അത് അംഗീകരിച്ചു. ചിന്തിക്ക്. ഇപ്പൊ ജിന്നിനെ കുറിച്ച് CN അഹമ്മദ് മൗലവി എഴുതിയത് അത് കാട്ടുവാസികളാണ് എന്നോട്. അന്ന് ഈ സാധനത്തെ ലോകം അംഗീകരിക്കില്ല. അപ്പൊ മൂപ്പരെ ലോകത്തിന് മുന്നിൽ അറിയപ്പെടാൻ നടക്കുന്ന ആളേന് മനസ്സിലായില്ല. ആധുനിക ശാസ്ത്രത്തിന്റെ ഒപ്പം നടന്ന ഒരാളാണ് CN. അയാൾ ഖുർആൻ വ്യാഖ്യാനിച്ചപ്പോൾ CN അഹമ്മദ് മൗലവി എന്തെഴുതി? ജിന്ന് എന്ന് പറഞ്ഞാൽ മറഞ്ഞു നടക്കുന്ന ഒരു കാട്ടുവാസികൾ നമ്മളെ കാണുമ്പോൾ പറയും. അപ്പോൾ ഓല ആരായിരിക്കും? ഒരു ഖുർആൻ പരിഭാഷകൻ എഴുതി വെച്ചതാണ് എന്ത്? ജിന്ന് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് കാട്ടുവാസികളാണ്. കാരണം നാട്ടു ജനങ്ങളായിട്ട് ഒരു മിങ്കിളാവൂല. മാത്രമല്ല നമ്മളെ കാണുമ്പോഴേക്കും കാട്ടുക്ക് പായും. ഉദാഹരണം ഏതുപോലെ അന്തമാൻ ദ്വീപിലെ ജെറുവകൾ. അന്തമാൻ ദ്വീപ് പറഞ്ഞ ദ്വീപിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്? നമ്മൾ അന്തം വിട്ടിരിക്കുന്നത് ജെറുവകൾ ഇറങ്ങി കൂട്ടലുണ്ട്. ജെറുവകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ജെറുവകൾ മനുഷ്യന്മാരെ കണ്ട പായും. ഇപ്പം പായണില്ല. കാരണം ഇപ്പോൾ ഒരു ഏകദേശമൊക്കെ ആയി. തുണി എടുക്കൂല. ഒരു മരത്തൊലി ഇങ്ങനെ ഫ്രണ്ടിൽ കെട്ടും, അങ്ങനെ നടക്കും. പെണ്ണുങ്ങളൊന്നും മുൻഭാഗം മറക്കേയില്ല. അതാണ് ജെറുവകൾ. അപ്പം അവർ മനുഷ്യനെ കണ്ട കാട്ടിക്ക് പായുന്ന വർഗം. ഈ ഇങ്ങനത്തെ ഓരോ കാടുകളിലുണ്ട്. ഈ വർഗമാണ് ആര്? ജിന്നുകള്. ആരാ എഴുതി? CN അഹമ്മദ്. ഇന്ന് CM ഉണ്ടെങ്കിൽ മനുഷ്യരെ വ്യാഖ്യാനിച്ചതിനേക്കാൾ കൂടുതൽ ആരെ വ്യാഖ്യാനിക്കും? ജിന്നിനെ. കാരണം അവരൊക്കെ കോമൺ സൊസൈറ്റിയുടെ കൂടെ നടന്നവരാണ്. അതുകൊണ്ടാണ് അവർക്ക് കറാമത്ത് നിഷേധിക്കേണ്ടി വന്നത്, മൊയ്സത്ത് നിഷേധിക്കേണ്ടി വന്നത്. മൂസാ നബിൻ്റെ കയ്യിൽ ബടി ഉണ്ടായിരുന്നു. അപ്പോൾ മൂസാ നബി ബടി കുത്തി നടന്നപ്പോൾ ചെങ്കട് മുറിച്ചിറന്നു. മനസ്സിലായില്ല? എന്ത് ഫിറഔന് പിന്നെ രാജാവായപ്പോൾ അയാളെ കൈ പാഞ്ഞ് വന്ന് നോക്കുമ്പോൾ ബടിയും കുത്തിക്കൂടിയൊന്നും കിട്ടിയില്ല. അതിനാണ് ചാടി വെള്ളത്തേക്ക്. അപ്പം ചത്തു. അല്ലാതെ സമുദ്രം 2 പിളർപ്പൊന്നും ആയിട്ടില്ല. ആര് വാദ? CNN വാദ. കോമൺ ഹിസ്റ്ററി അംഗീകരിക്കില്ല. അപ്പൊ കോമൺ ഹിസ്റ്ററിയുടെ കൂടെ, കോമൺ സയൻസിന്റെ കൂടെ നടന്ന, യൂറോപ്യൻ സയൻസിന്റെ കൂടെ നടന്ന ആളുകൾക്ക് ഇന്ന് ഈ വിഷയത്തിൽ പഠനം നടത്താൻ വലിയ സാധ്യത ഉണ്ട്. എന്തുകൊണ്ട്? ഇങ്ങനത്തെ സാധനങ്ങൾ ഇന്ന് വലിച്ചു പുറത്തിട്ടുണ്ട്. അതിന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ദുൽഖർനൈൻ എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ സമൂഹവുമായി ബന്ധമുള്ള വ്യക്തിയായിരിക്കും. ബന്ധം മാത്രമല്ല, അവർക്ക് അധികാരമായിരിക്കും. ദുൽഖർനൈൻ ഒന്നിലേറെയുള്ള ഡൈമെൻഷൻസിന്റെ സ്വാഹിബ്. അപ്പൊ അത് ഇന്ന മക്കന്ന ലഹു ഫിൽ അർളി, ഭൂമിയിലത്തെ മുക്കീന്. ഇങ്ങനെയുള്ള ആളുകൾ പലരും ഉണ്ട്. ഉദാഹരണം സൈദന സുലൈമാൻ. അതുകൊണ്ട് ആ പേരുകൊണ്ട് അറിയപ്പെട്ടില്ലെന്നേ ഉള്ളൂ. ഹബീബായ റസൂലുള്ളാഹ്. ഈ ദുനിയാവിലെ എല്ലാ ഡൈമെൻഷൻസിലും ആരുണ്ട്? റസൂലുള്ളാഹ് ഉണ്ട്. എല്ലാം റസൂലുള്ളാഹ് ഉണ്ട്. എല്ലാത്തിനും റസൂലുള്ളാഹ് ഉണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ. അപ്പോൾ ഒരാൾക്കും ഈ റസൂലുള്ളാഹിയുടെ സന്ദേശം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇബാദ്. അതുകൊണ്ട് ഇബാദ് ഏതൊക്കെ ഡൈമെൻഷൻസിലുണ്ടെങ്കിലും ആ ഡൈമെൻഷൻസിലെ ആളുകളെ അല്ലാഹു തആല സ്വർഗ്ഗ നരകത്തിന് വിധിച്ചിട്ടുണ്ടെങ്കിൽ അവർ റസൂലുള്ളാഹിനെ കേൾക്കാതിരിക്കൂല. അവർ റസൂലുള്ളാഹ് പദത്തിൽ പറഞ്ഞ ദുൽഖർനൈൻ തന്നെയാണ്. ആ പേരിൽ അറിയപ്പെട്ട വ്യക്തിയല്ലെന്നേ ഉള്ളൂ. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇപ്പൊ മലക്കൾക്ക് വയൽ പറയേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് എന്തില്ല? ലാ യഅസൂനല്ലാഹ മാ അമറഹും. കൽപ്പിച്ചതൊക്കെ ചെയ്യുന്നവരോട് എന്തിനാ വയൽ പറയുന്നത്? അതേ സമയത്ത് ജിന്നുകളോട് വയൽ പറയണം. ജിന്ന് എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന വിഭാഗങ്ങളൊക്കെയാണ്. ഇതിൽ പലതും ഉണ്ടാകാം, പല കക്ഷികളുണ്ടാകാം. പലരും പല ഡൈമെൻഷനും ആയിരിക്കും. അതിൽ തന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ടാവും. മനസ്സിലായില്ല? അതിൽ തന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ടാവും. അവർക്ക് പല കഴിവുണ്ടാവും. താഴെ കാറ്റഗറിയിലുണ്ടാവും. ഉദാഹരണം, ജിന്നുകളെ ആവാഹിക്കുന്ന ഒരു പണിയുണ്ട്. ഇങ്ങനെ പോകരുത്. എന്തുകൊണ്ട്? ലോക്കൽ ജിന്നേന് കിട്ടുള്ളൂ. അതെ, ശൈത്താന്മാർ ലോക്കൽസ്, വലിയ തനൊന്നും കിട്ടൂല. ജിന്നിനെ ആവാഹിക്കണ പണിക്ക് പോകരുത്. ജിന്നിനെ ആവാഹിക്കണ ഒരു ചില കാര്യങ്ങൾ പറഞ്ഞുതരും. നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളുണ്ട് ജിന്നിനെ ആവാഹിക്കാൻ. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ചെയ്ത്. ഞങ്ങളോട് മറ്റേ ഹോജ ബോർഡ് കൊണ്ട് കളിക്കരുത് പറഞ്ഞേ. ഹോജ ബോർഡ് കൊണ്ട് കളിക്കരുത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അതെന്തിൻ്റെ പണിയാണ്? ശൈത്താൻ ജിന്നിനെ ആവാഹിക്കണ ഒരു പണിയാണ്. എടുക്കരുത്. എന്നിട്ട് കിട്ടുന്നത് ഏതേ കിട്ടുള്ളൂ? ലോക്കല്. കാരണം വലിയ ജിന്നുകൾ എൻ്റെ പിന്നാലെ നടക്കണം അവർക്ക്.
അപ്പം ഇവിടെ നമ്മൾ ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ബ്രിട്ടനിൽ ചില ആളുകളെ അതിൻ്റെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വെക്കും. ഓനവിടെ ഓട്ടോറിക്ഷ കൊടുക്കാൻ പണിയെടുക്കും. ഓൻ്റെ ഭാഷ ഇംഗ്ലീഷാണ്. ഓൻ അവിടുത്തെ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ അങ്ങോട്ട് വരും. ഓൻ അവിടെ എന്തില്ല, പണിയില്ല. ഓൻ്റെ പെണ്ണുങ്ങൾക്ക് ഫോൺ ചെയ്യുന്നുണ്ടാവും, ഇവിടെ ഞാൻ തന്നെ രാജാവ്. അപ്പോൾ ഓൾ പറയണ്ടാവും, നിങ്ങൾ നുണറല്ലേ, നിങ്ങൾ ഏതെങ്കിലും നാട്ടിൽ രാജാവോ? അല്ലടി, ഇവിടുത്തെ സ്കൂളിൽ ഞാൻ കണ്ട എല്ലാവരും കുമ്പിടുകയാണ്. ഓനവിടെ ഓട്ടോറിക്ഷൻ്റെ പണിയാ. പേരെന്താ അവന്? പറയടാ, സ്കോട്ടിഷുകാരൻ. സ്കോട്ടിഷ് ഇംഗ്ലീഷാണ്. അത് ശരിയാണ്. ഓനവിടെ സ്കോട്ട്ലൻഡിൽ പറയാ സൈക്കിൾ റിക്ഷ പഠിക്കുന്ന പണിയാണ് എന്നതുപോലെ. ഒരിക്കലും എന്ത് ചെയ്യരുത്, ജിന്നുകളെ വാഹിക്കരുത്. ജിന്നുകളെ ആവാഹിക്കരുത്. ലോക്കൽ ജിന്നിനെ കിട്ടുള്ളൂ. അതങ്ങോട്ട് നമ്മളെ ഒന്നല്ലാതാക്കും. ശൈത്താൻ ജിന്നാണ് അതിന് പേര്. ഈ ജിന്ന് ആവാഹിക്കുന്ന ചിലർ പറയും ജിന്നിനെ കിട്ടാൻ എന്താ പണി. ഞാൻ അവരോട് ചോദിക്കല, എനിക്ക് ജിന്നിനെ കിട്ടിയ എന്താ കാര്യം? ചില ആളുകൾ ധാരണ ഞാൻ ഇതൊക്കെ ജിന്നുകൾ പറഞ്ഞിട്ട് പറയാണ്. മൂപ്പരപ്പം എന്താ ജിന്നുണ്ട്? എന്ത് ജിന്ന്? എന്റെ ഒപ്പം ജിന്നുമില്ല ഇൻസില്ലാന്ന് ഏതായാലും ബോധ്യപ്പെടും ചെയ്തു. എന്ത് ജിന്ന്? ഇതിനെ ആവാഹിക്കാൻ നടക്കരുത്. ഒരിക്കലും ആവാഹിക്കാൻ നടക്കരുത് കേട്ടോ. ഒരിക്കലും ആവാഹിക്കാൻ നടക്കരുത്. എന്തുകൊണ്ട്? ജിന്നുകൾ അങ്ങനെ ആവുമ്പോൾ ലോക്കൽസാണ് എൻ്റെ കൂടെ വരിക. ഈ ലോക്കൽസിന്റെ ഈമാൻ നശിപ്പിക്കും. ചൈത്തമാരുടെ കൂട്ടത്തിൽ മാന്യത ചൈത്തമാരുണ്ടാവും. അങ്ങനെയുണ്ട്, ഒരു മാന്യത കൽപ്പിക്കും. അത് അവിടുന്നൊക്കെ വളരെ ലോക്കൽസ്. അപ്പം ഞാൻ പറയുന്നത് പല കാറ്റഗറിയിലും ഉണ്ടാവും അവർ. അതിൽ മോശപ്പെട്ടവർ നല്ലോ, അതിൻ്റെ അപ്പുറത്തോ എല്ലാവർക്കും ഈ റഹ്മത്ത് എത്തണം. അത് റസൂൽ എത്തിച്ചിട്ടുണ്ട്. അതെങ്ങനെ നിനക്കറിയില്ല? അതിന് റസൂലുള്ളാഹിനെ നിനക്കറിയോ? റസൂലുള്ളാഹിനെ നിനക്കറിയില്ലല്ലോ. ഇപ്പം ഞാൻ നിങ്ങളെ മുന്നിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിവിടുത്തെ മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ഡോക്ടറാണ് എങ്കിലോ അങ്ങക്കറിയില്ല. ഞാനിവിടുത്തെ വാഹന നിരീക്ഷണ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണെങ്കിലോ നിങ്ങൾക്കറിയില്ല. മൂപ്പർ രാവിലെ അവിടെ വരുന്ന കുപ്പായിട്ടിന് വരുന്നതാണ്, പിന്നാണ് പോകുന്നതാണ്. നമ്മൾ നിങ്ങളെ കൊണ്ടാക്കി തരാനുള്ള മൂപ്പർ കേട്ടിട്ടില്ല കാര്യം വരെ. എൻ്റെ അങ്ങനെ ഉണ്ടാവില്ലേ? സ്വഹാബത്തിൻ്റെ മുന്നിൽ വരുന്ന ഒരാളെ അല്ലേ അവർ കാണുന്നത്? അതിൻ്റെ അപ്പുറത്തെ ഒരാളുണ്ടാവില്ലേ? ആ ആളെ ആര് കാണൂല? അല്ല റായിത്തും റസൂലുള്ളാഹി, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? കാലല്ല. അപ്പോൾ ഒരു കാണാത്ത റസൂലല്ലേ? ഈ ഡൈമെൻഷനിൽ മുഴുവൻ സ്ഥിര പരിചിതമാണ് അവർക്ക് റസൂലുള്ളാഹി. ഇത് വിചാരിച്ച എൻ്റെ ഒരാളാണ് റസൂലുള്ളാഹി. എന്താ വിചാരിച്ച്? ഈ ദുനിയാവിൽ എന്തൊക്കെ ഡൈമെൻഷൻസ് ഉണ്ടെങ്കിലും അതിൽ മുഴുവൻ പരിചയപ്പെട്ട അവിടുത്തെ ആർക്കൊക്കെ അവരൊക്കെ റസൂലുള്ളാഹിനെ കേട്ടിട്ടുണ്ട്. അവരല്ലാഹു സ്വർഗത്തിനും നരകത്തിനും വെച്ചിട്ടുണ്ടെങ്കിൽ അവരാരെ കേട്ടിരിക്കണം? പറയേ, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. ഇത് മനുഷ്യർക്ക് മാത്രം ബാധകമല്ലല്ലോ. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. റസൂലിനെ അയക്കാത്തൊരു ജനതയെ നാം ശിക്ഷിക്കൂല. അപ്പോൾ ഒരു ജനതയെ ശിക്ഷിക്കണമെങ്കിൽ ആ ജനതക്ക് ആര് വേണം? ഇപ്പം ജിന്നുകൾ അല്ലാഹു തആലക്ക് ശിക്ഷിക്കണമെങ്കിൽ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ. നിങ്ങൾ എന്താണ് ഇരിക്കണത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദുൻ. ഇബാദത്തിന് വേണ്ടി അല്ലാതെ ആരെ പഠിച്ചിട്ടില്ല? ജിന്നുകൾ പഠിച്ചിട്ടില്ല. ഉറപ്പല്ലേ? വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. റസൂലിനെ കൊടുക്കാതെ ഞാൻ അവരെ ശിക്ഷിക്കൂല. അപ്പൊ ജിന്നുകൾക്ക് ആരെ കിട്ടണം? അവരെ കൂടെ ജിന്നുമില്ല, റസൂലും ഇല്ല. അപ്പോൾ ഖാത്തിമുൽ അംബിയ അവരുടെ ഇല്ലല്ലോ. എല്ലാ നബിമാർക്കും ഈ ഡൈമെൻഷൻസിലൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടാവും. അതിൽ നേതാവ് റസൂലുള്ളാഹി. ഇത് എൻ്റെ റസൂലുള്ളാഹിനല്ലേ അറിയുള്ളൂ. ഞാൻ റസൂലുള്ളാഹിക്ക് 1000 മുഖല്ലേ, ആ റസൂലുള്ളാഹിനെ എനിക്ക് അറിയൂ. അതാണ് മാ റഅയ്തു റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ചോദിച്ചു നോക്കാം. ഇതൊന്നല്ല അതിൻ്റെ അർത്ഥം. ഇനി അതിൻ്റെ അർത്ഥമുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയ പതിപ്പ് ആണ് ആര്? ദുൽഖർനൈൻ. വളരെ ചിന്തിക്കണം. അങ്ങനെയാണ് വെക്കാൻ പറ്റുക. ഈ അമ്പിയാക്കളൊക്കെ ദുൽഖർനൈനിയാണ്. ഇങ്ങോട്ട് നോക്ക്. അതിൽപ്പെട്ട നബി അല്ലാത്ത ഒരാൾക്ക് രാജാവാക്കി അല്ലാഹു തആല ലോകാവസാനം വരെ ഒരു പാടാക്കി വെച്ചു. അതാണ് ദുൽഖർനൈൻ. ഒന്നിലേറെ ഡൈമെൻഷൻസുമായി അവർക്ക് ബന്ധമുണ്ടാവും. ഇതിന് നാളത്തെ വ്യാഖ്യാനം ഞാൻ വേറെ പറയും. ഇതിനപ്പുറം ലോകാവസാനം വരെയുള്ളത് മുഴുവനും ഖുർആനിലുണ്ട്. ലോകാവസാനം വരെയുള്ളത് മുഴുവൻ ഖുർആനിലുണ്ട്. അത് 1000 കൊല്ലം മുമ്പുള്ള മുഫസ്സിറിന് പറയാൻ കഴിയില്ലല്ലോ. കാരണം അവരെ കാലത്ത് അങ്ങനത്തെ ഒരു വിജ്ഞാനം ഇല്ല.
പിന്നെ അള്ളാന്റെ ആരിഫ്യങ്ങളായ മുഫസ്സിറുണ്ടാവും, അവർക്കാരാണെന്ന് മുഴുവൻ ഇതിൽ ഏർപ്പെടുത്തില്ല. എന്തുകൊണ്ട്? അത് അതിൻ്റെ കാലം എത്തുമ്പോൾ ഒരു മനസ്സിലാക്കിക്കോളും. ഇവിടെ പറഞ്ഞ വസ്വാസിലാവും. സത്യമാണല്ലേ? അപ്പൊ ഈ അലിഫിലാമിന്റെ അർത്ഥം നമുക്കറിയില്ല. നമുക്കവിടെ അള്ളാഹു അഅലം ബിമുറാദി ഇത് മുഫസ്സിറിൽ പറയും. കാരണം അത്ര വലിയ ആരിഫാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ല. അപ്പൊ അലിഫ് ലാം മീം എന്ന ആയത്തിന്റെ അർത്ഥം ഗൗസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് അറിയുമല്ലേ? അറിയും. ശൈഖ് റിഫായി തങ്ങൾക്ക് അറിയുമല്ലേ? അറിയും. മോനെ അറിയുമല്ലേ? ഖാജപ്പാപ്പാക്ക് അറിയുമല്ലേ? അറിയും. തിജാനി തങ്ങൾക്ക് അറിയുമല്ലേ? അറിയും. പക്ഷെ അവർ ജനങ്ങളോട് പറയില്ല. എന്തുകൊണ്ട്? കല്ലിമിന്നാസബി ഖദരി ഉഖൂലിഹിം. അവൻ ഞാനോ അതിന്റെ ഒരു കാലം വരും, അപ്പൊ പറഞ്ഞോളൂ, അപ്പൊ നമുക്ക് പറയും. അതുവരെ കിതാബിൽ എന്താ ഉണ്ടാകുക? അല്ലാഹു അഅലം ബിമുറാദിഹി. അതിപ്പോ എന്തിനാ അല്ലാഹു അഅലം ബിമുറാദിഹി? അല്ലാഹു അഅലം. എനിക്കിന്ന് എറണാകുളം എക്സ്പ്രസ്സിന് എനിക്കിന്ന് കർണാടകത്തേക്ക് യാത്ര ചെയ്യാറുണ്ട്. എറണാകുളം എക്സ്പ്രസ്സിന് വല്ല ലേറ്റ് ഉണ്ടോ? അതിപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുള്ളത്? അല്ലാഹു അഅലം. അതെന്നെ അലിഫ്ലാമിന് പറയാനുള്ളത്. അല്ലാഹു അഅലം. അറിയണവർക്ക് അറിയും. അതേ സമയത്ത് അയിമ തന്നെ നോക്കി കുതിർക്കുന്നവരുണ്ടാവും. അവൻ്റെ ഒരു തീവണ്ടിൻ്റെ ആപ്പ് ഉണ്ടാവും. അവൻ്റെ പറയടാ, ആ തീവണ്ടിൻ്റെ ആപ്പിൻ്റെ എടുത്തിട്ട് പറയും, ഏതാ മറ്റേ എറണാകുളം എക്സ്പ്രസ് അല്ലേ 12:30 വരുന്ന? അതിന് ഒരു 10 മിനിറ്റ് ലേറ്റ് ഉണ്ട്, നിങ്ങൾ നേരെ പോകണ്ട, ഓടിയെടുക്കാൻ സാധ്യതയുണ്ട്. ഓനതറിയും. ഓൻ്റെ കയ്യിൽ ആപ്പുണ്ട്. മറ്റുള്ളവരോടൊക്കെ എന്ത് പറയും? അപ്പം ആപ്പുള്ളവൻ എന്ത് പറയാ? ആപ്പുണ്ടാവും. പക്ഷെ എന്നോട് അറിയില്ല. കാരണം എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല. ജാതി എൻ്റെ ഉമ്മയാണ്. പിന്നെ ഒരു കാലത്ത് മനുഷ്യൻ അതിൻ്റെ അപ്പുറത്തേക്ക് പോകും. ഇൽമ അധികരിക്കും, ഹിക്മത്ത് കുറയും. നിങ്ങൾ എൻ്റെ കൂടെ അല്ല. എന്താ പറഞ്ഞോ? എന്താ പറഞ്ഞു? ഇൽമിന് രണ്ട് സാഹചര്യങ്ങൾ ഇൽമിനെ പറയുന്നുണ്ട്. ചില ഇൽമ ഹിക്മത്ത, യുർഫഉൽ ഇൽമു, അത് ഹിക്മത്ത. ലാഹിരി ഇൽമല്ല, ലാഹിരി ഇൽമ അധികരിക്കും. കാരണം അച്ചടി അധികരിക്കുന്ന ഇൽമ അധികരിക്കുമല്ലോ. ചില സ്ഥലത്തെ ഇൽമിൻ്റെ അർത്ഥം ഹിക്മത്താണ്, ചില സ്ഥലത്ത് ഇൽമിൻ്റെ അർത്ഥം ഇൽമന്നെയാണ്, ബാഹ്യമായ ഇൽമ്. അറിവുണ്ട്, വിജ്ഞാനമുണ്ട്, രണ്ടും ഒന്നല്ല. നമ്മൾ രണ്ടും ഒന്നാണ്. അറിവ് വിജ്ഞാനം ഒന്നല്ല. അറിവ് എന്നാൽ ഇൽമാണ്. ഹിക്മത്ത് എന്നാൽ വിസ്ഡമാണ്. അത് തത്വജ്ഞാനം. അതാണ് ജ്ഞാനം. വിജ്ഞാനം അറിവൊന്നല്ല. വിജ്ഞാനം എല്ലാ കാലത്തും പറയാനും പറ്റൂല. അപ്പൊ ഈ ലോകാവസാനം അധികരിക്കും, അടുക്കുന്നതനുസരിച്ച് എന്തധികരിക്കും? ലാഹിരി ഇൽമ അധികരിക്കും. അതേ സമയത്ത് ഹിക്മത്ത് ഉയർത്തപ്പെടുകയും ചെയ്യും. എല്ലാവർക്കും കിട്ടാ പരിഭാഷയും മറ്റൊക്കെ ഉണ്ടാവും, ഒരാൾക്കും എന്തുണ്ടാവില്ല. പറ കുട്ടി, എന്തുണ്ടാവില്ല? യുത്തിൽ ഹിക്മത മൻ യശാ വമൻ യുതൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ വമാ യദ്ക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. അപ്പോൾ വളരെ ചിന്തിക്കണം ഈ പറയുന്നത്. അപ്പോൾ ഈ ദുൽഖർനൈൻ എന്ന മനുഷ്യൻ നമ്മൾ വളരെ മനസ്സിലാക്കണം. ഈ ഹബീബ റസൂലുള്ളാഹി എല്ലാ ഡയമെൻഷനും ഈ 23 കൊല്ലത്തിൽ വർത്താനം പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത ജനത്തിന്റെ മേൽ എന്തുണ്ടാവില്ല? ശിക്ഷ ഉണ്ടാവില്ല. അല്പഭാഗം സൂറത്തുൽ ജിന്ന് പറഞ്ഞു. അതെന്തിന്? ഈ ബാനറിൽ ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞോട്ടെ. എന്താണ് പറഞ്ഞത് പറയില്ല. നിങ്ങളോട് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവര് ഉസ്താദ് തന്നെയാണ് ഈ ആള് എന്ന് നിനക്ക് മനസ്സിലാക്കൽ മാത്രമേ അള്ളാഹുടെ ഉദ്ദേശമുള്ളൂ. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به. ഈ സൂറത്തിൽ പറയുമ്പോൾ അല്ലാഹു തആലക്ക് എന്തേ ലക്ഷ്യമുള്ളൂ? ഇങ്ങനെയും ഒരു വെർഷൻ ആർക്കുണ്ട്? അതെ പറ, റസൂലുള്ളാഹിക്കുണ്ട്. ഇനി അതിൽ കുന്നാ തൊറായിക്ക കിതട, ഞങ്ങൾ പല പാർട്ടിയാണെന്നും അതേ സൂറത്തിലുണ്ട്. അപ്പൊ ഈ പാർട്ടിയോടൊക്കെ ആര് പറഞ്ഞിട്ടുണ്ടാവും? ഇല്ലെങ്കിൽ ഓലെ എടുക്കാൻ അയക്കാൻ പറ്റൂല, എവിടേക്ക് അയക്കാൻ പറ്റൂല, നരകത്തേക്ക് അയക്കാൻ പറ്റൂല. ഈ ഡയമെൻഷൻസ് മുഴുവനും എല്ലാത്തിലുള്ള ആളാണ് ആര്? റസൂലുള്ളാഹി. അതിൽ നബി അല്ലാത്ത കൂട്ടത്തിലെ ഒരാളാണ് ആര്? ദുൽഖർനൈൻ. വ്യത്യസ്ത ഡയമെൻഷൻസ് അല്ല. ഞാൻ പറയാം, ഭൂമിയിൽ സൗകര്യം ദുൽഖർനൈനേക്കാൾ ഞമ്മക്കല്ലേ? വാഹനത്തിൻ്റെ സൗകര്യവും തിന്നലിൻ്റെ സൗകര്യവും പോക്കിൻ്റെ സൗകര്യവും വരവിൻ്റെ സൗകര്യം നോക്കുകയാണെങ്കിൽ ഞമ്മക്കാണോ ദുൽഖർനൈനാണോ സുഖം? ദുൽഖർനൈൻ പോയത് കുതിരപ്പുറത്ത്, നീ അപ്പം നിങ്ങളോട് പറഞ്ഞില്ലേ? അപ്പം ഞമ്മക്കല്ലേ സുഖം? നമ്മളിപ്പം സൗദി അറേബ്യക്ക് നോക്കുകയാണെങ്കിൽ എന്ത് ഇറങ്ങണമെങ്കിൽ രാവിലെ ചാടിച്ച് കരിപ്പൂർ പോയി, ദുബായി പോയി, ദുബായിൽ കോൺഫറൻസിൽ പങ്കെടുത്ത് നേരെ ദുബായിൽ നിന്ന് അബുദാബിയിൽ അടുത്ത ഇതിന് പങ്കെടുത്ത് നേരെ സൗദി അറേബ്യയിൽ വന്ന് നേരെ എന്ത് ചെയ്തു? അവിടെ നിന്ന് പങ്കെടുത്തിട്ട് അടുത്ത ഫ്ലൈറ്റ് നേരെ ബ്രിട്ടനിൽ പോയിട്ട് ലണ്ടനിൽ ഇറങ്ങി. ലണ്ടനിലാണ് രാത്രി അവിടെയാണ് ഡിന്നർ പാർട്ടിയും ഒരു
കോൺഫറൻസ് ഉണ്ട്, അതിലും കൂടി പങ്കെടുത്തിട്ട് രാത്രി മോൻ രാവിലെ ആകുമ്പോഴത്തേന് കാനഡയിലെത്തും. ദുന്യാവാകെ പറക്കുക ഒരു മനുഷ്യൻ, അയാൾക്കല്ലേ സൗകര്യം? ആണോ? അല്ലേ? ഇത് ഇന്ന മക്കന്നാലഹു ഫിൽ അർള്, ഈ ഭൂമിയിൽ ഈ അറിയാത്ത പലതും അവിടെ ഉണ്ട്.